everyone, welcome back to our channel Food and Beauty. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് ഈസി ആയിട്ട് കാലിയാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞിട്ടുള്ള കട്ടി കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. നല്ല പോലെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഇതേപോലെ തന്നെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോവരുത് കേട്ടോ, നല്ല പോലെ മൂത്ത് കിട്ടിയാൽ മതി. ഇനി ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇതുപോലെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 തക്കാളി ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ 3 സവാള എടുത്തേക്കുന്നത്, അതുകൊണ്ടിട്ടാണ് 1/2 തക്കാളി. അതിനുശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത്, ഇത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായിട്ട് പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള തക്കാളി, സവാളയും കൂടിയുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചോളൂ കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക. നല്ല പോലെ തിളച്ച് ഇതുപോലെ വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വറ്റി വരണം കേട്ടോ. നല്ല പുളിയും എരിവും ഒക്കെയുള്ള, നല്ല സവാളയുടെ ടേസ്റ്റും ഒക്കെയുള്ള അടിപൊളി ചമ്മന്തിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.